സ്ത്രീരോഗ വിഭാഗം ഗൈനക്കോളജി ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ 24 മണിക്കൂറും പരിശോധിക്കുന്നു. പ്രഗത്ഭനായ ഓർത്തോ വിഭാഗം ഡോക്ടർ ധനഞ്ജയ റെഡ്ഡിയുടെ 24 മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ്. സേക്രഡ് ഹാർട്ട് ഹോസ്പിറ്റൽ, പണിമൂളി, പാലാട്. ഒരു വിഘടവർഗീയ ശക്തികളുടെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലമ്പൂർ നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൂത്തേടത്ത് നടത്തിയ LDF തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പെൻഷൻ കൈപ്പറ്റുന്ന 60 ലക്ഷത്തോളം ആളുകളെ അപമാനിച്ചവരാണ് എതിർപക്ഷത്തുള്ളതെന്നും ദരിദ്രജനത്തോടുള്ള കടുത്ത വിരോധമാണ് അവർക്കുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വീടെന്ന സ്വപ്നവുമായി കഴിയുന്ന 4 ലക്ഷത്തോളം ആളുകൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ സുരക്ഷിത ഭവനം ഒരുക്കി നൽകാനായെന്നും 4 ലക്ഷം ആളുകൾക്ക് അവരുടെ ഭൂമിക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞെന്നും അടുത്തു തന്നെ 1 ലക്ഷത്തോളം ആളുകൾക്ക് പട്ടയം നൽകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ വക്താവിന് കഴിയുന്നത് എന്നത് ഒരു തരത്തിലും പിടികിട്ടുന്നില്ല. എത്രമാത്രം തരംതാണ നിലയാണ് എന്ന് നാം ആലോചിക്കണം. എത്ര കടുത്ത പാവപ്പെട്ടവർക്കെതിരായ വികാരമാണ് നിങ്ങളെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ അത് വ്യക്തമാക്കുന്നത്. ഈ നാട്ടിലെ ലക്ഷങ്ങൾ 60 ലക്ഷം പേരാണ് 1600 രൂപ വീതം പെൻഷൻ പറ്റുന്നത്. അവരെ മുഴുവൻ അപമാനിക്കുന്ന നിലയല്ലേ സ്വീകരിച്ചത്. നിങ്ങൾ നേരത്തെ മുതൽ സ്വീകരിക്കുന്ന അതേ നിലപാട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കട്ടപിടിച്ച് നിൽക്കുന്നു. ദരിദ്ര ജനവിഭാഗങ്ങളോടുള്ള കടുത്ത വിരോധം, അതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. പക്ഷേ LDF സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇവര് എന്താക്ഷേപിച്ചാലും തടസ്സമില്ലാതെ ആ തുക വിതരണം ചെയ്യാൻ തന്നെയാണ് തയ്യാറാവുക. ഉചിതമായ ഘട്ടത്തിൽ ആവശ്യമായ തീരുമാനങ്ങളും LDF സർക്കാർ എടുക്കും എന്നതും നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന സഹോദരങ്ങൾ ഒരു വീട് എന്ന സ്വപ്നം കൊണ്ടു നടന്ന് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോയവർക്കുണ്ട്. അവർക്കാണ് നമ്മൾ ലൈഫ് മിഷനിലൂടെ വീടുകൾ നിർമ്മിച്ചു നൽകാൻ നടപടികളെടുത്തത്. 5 ലക്ഷം വീടുകളായിരുന്നു അന്ന് ടാർഗറ്റ്. ഇപ്പോൾ 4.5 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയായി അവിടെ ആളുകൾ താമസിക്കുകയാണ്. ബാക്കി വീടുകളും ഇനിയുള്ള മാസങ്ങളിൽ പൂർത്തിയാകാനാണ് പോകുന്നത്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതിനകത്ത് ചെലവിട്ട സംഖ്യയിൽ 98% നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ കാശാണ് എന്ന് നാം കാണണം. കൂടാതെ റോഡ്, പാലം തുടങ്ങി കഴിഞ്ഞ 9 വർഷത്തെ വികസന നേട്ടങ്ങളും മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞു. AT റജി അധ്യക്ഷനായി. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP, മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ, RJD പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ, NCP വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, PK ബിജു, VM ഷൌക്കത്ത്, CB ചന്ദ്രബാബു, KH ബാബുജാൻ, PK കൃഷ്ണദാസ് മാസ്റ്റർ, E ജയൻ, VP ഷംല, VK ഷാനവാസ്, PV ടോമി എന്നിവർ സംബന്ധിച്ചു. LDF മൂത്തേടം പഞ്ചായത്ത് കൺവീനർ AP അനിൽ സ്വാഗതവും ഷാജി ഉദുംകുഴി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂത്തേടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.